അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പെട്ടിയപ്പം അല്ലെങ്കിൽ ബിസ്ക്കറ്റ് അപ്പം അല്ലെങ്കിൽ മൈദ ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റം തന്നെയാണ്. വീട്ടിൽ കുറച്ച് മൈദയും പഞ്ചസാരയും നെയ്യും പിന്നെ പൊരിച്ചെടുക്കാൻ കുറച്ച് ഓയിലും ഉണ്ടെങ്കിൽ ഇതപ്പം തന്നെ ഉണ്ടാക്കി കുറച്ച് ടിന്നിലിട്ട് വെച്ചോളി. വേഗം നമുക്ക് ഈ സിമ്പിൾ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ബിസ്മില്ലാ. അപ്പോൾ നമുക്ക് പെട്ടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാനിതൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ അതൊരു 1/2 കപ്പ് വെള്ളം, പിന്നെ ഒരു 1/4 കപ്പ് നെയ്യ്. ഇത് കുറച്ച് മെൽറ്റായിട്ടുള്ള നെയ്യാണ്. നല്ല കട്ടിയുള്ള നെയ്യൊക്കെ ആണെങ്കിൽ ഒരു 3.5 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇതിപ്പോൾ ഒരു 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ അതൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടണം. ഇപ്പോൾ ഇതാ നമ്മളെ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നെയ്യൊക്കെ ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇനി വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വരെയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടൊക്കെ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു മാവിൻ്റെ ഉരുള എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനിയിപ്പോൾ ഉരുട്ടിയെടുക്കുന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഇത് കുറച്ച് കനത്തിലൊന്ന് പരത്തിയെടുത്തിട്ട് സ്ക്വയർ ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു ഡയമണ്ട് ഷേപ്പായിട്ടൊക്കെ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിത് കുറച്ച് നേരിയതായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ചെരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഡയമണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് കുറച്ചായിട്ട് ഇവിടെ കട്ട് ചെയ്ത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിലൊരു മീഡിയം ചൂടായതിന് ശേഷം നമുക്കിത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഓയിലിൻ്റെ ചൂട് വല്ലാതെ കൂടുകയും ചെയ്യരുത്. പിന്നെ ഇത് ഓയിലിലേക്ക് ഇട്ട ഉടനെ തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യരുത്. ഒന്ന് ചെറുതായിട്ട് കുക്കായി വന്നതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. പിന്നെ വല്ലാതെ അങ്ങോട്ട് ചോപ്പിച്ചെടുക്കേണ്ട, അതായത് ഇങ്ങനെ വല്ലാതെ മൊരിയിച്ചെടുക്കണ്ട. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവാൻ വെയിറ്റ് ചെയ്യേണ്ട. നമ്മളിത് പൊരിച്ചിട്ട് കഴിഞ്ഞാലും ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ഡാർക്കായി വരും. പിന്നെ വല്ലാതെ അങ്ങോട്ട് മൊരിയിച്ചെടുത്താൽ ഇത് ചൂടാറുമ്പോൾ ഭയങ്കര കട്ടിയായി പോട്ടോ. നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇത് അത്ര ക്രിസ്പി ആയിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. നല്ലോണം ചൂടാറി കഴിഞ്ഞാൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ശരിക്കും ഇത് പൊരിച്ചെടുത്ത് പിറ്റേന്ന് കഴിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. ഇനി ഇത് ബാക്കിയുള്ളതും കൂടെ നമുക്ക് കുറച്ചായിട്ട് ഇതുപോലെ അങ്ങോട്ട് പൊരിച്ചെടുക്കാം. ഇതേപോലെ തന്നെ വേറൊരു അപ്പം ഉണ്ടാക്കും, കസൂറപ്പം അല്ലെങ്കിൽ കസ്കസപ്പം എന്നൊക്കെ പറയും. അതിൽ മുട്ടയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. പക്ഷെ അതുണ്ടാക്കുന്ന അത്രയും ബുദ്ധിമുട്ട് ഇത് ഉണ്ടാക്കാനില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിന് ശേഷം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.